സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനായെത്തുന്ന എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ പ്രീക്വലായാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. വൺ ബഡ്ജറ്റിലൊരുങ്ങുന്ന ചിത്രം 2025 മാർച്ച് 27 തിയേറ്ററിലെത്തും. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ ആഗോളതലത്തിൽ വലിയ കളക്ഷൻ നേടിയ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയിരുന്ന ചിത്രമാണ്. നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. എമ്പുരാന്റെ റിലീസിന് മുൻപായി ലൂസിഫർ സിനിമ റിലീസ് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്, അതേപ്പറ്റി കൂടുതൽ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്റ്റീഫൻ നെടുമ്പള്ളിയായും എബ്രാം ഖുറേഷിയായും മോഹൻലാൽ വിസ്മയിപ്പിച്ച ചിത്രത്തിന്റെ അടുത്ത ഭാഗത്തിനായി കാത്തിരിപ്പിലാണ് ആരാധകർ. ഇപ്പോഴിതാ എമ്പുരാനെ കുറിച്ച് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ വാക്കുകൾ ഇതാണ്. ആശീർവാദിന്റെ 25 വർഷത്തെ സ്വപ്നമാണ് എമ്പുരാനിലൂടെ യാഥാർത്ഥ്യമാവുന്നത്. അതിന്റെ കാരണവും അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എമ്പുരാൻ പൂർത്തിയാവുന്നതോടെ ആശീർവാദിന്റെ 25 വർഷത്തെ നീണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇക്കാലം അത്രയും ഞങ്ങൾ ആഗ്രഹിച്ചത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ചിത്രം എന്നതിലുപരി ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്ന് സൃഷ്ടിക്കണമെന്നാണ്. വ്യക്തിപരമായി ഞാൻ ഏറ്റവും പൂവണിയണമെന്ന് കരുതുന്ന സ്വപ്നവും അതുതന്നെയായിരുന്നു. മോഹൻലാൽ സാർ ഏറ്റവും മികച്ച നടനാണെന്നാണ് എപ്പോഴും എന്റെ വിശ്വാസം. പൃഥ്വിരാജ് സുകുമാരൻ രാജ്യത്തെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളും. കഴിവുറ്റ ഈ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് മുരളി ഗോപിയുടെ തിരക്കഥയുടെ എത്തുന്ന ചിത്രം ഗംഭീരമായ ഒന്നായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ മോഹൻലാലിനൊപ്പം മമ്മൂട്ടിയും എമ്പുരാനിൽ അഭിനയിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ചിത്രത്തിന്റെ ടീസർ റിലീസ് ചടങ്ങിൽ മമ്മൂട്ടി പങ്കെടുത്തതോടെ ഈ അഭ്യൂഹം ശക്തമായി. ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ ഇക്കാര്യത്തിൽ അപ്ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ്. പൃഥ്വിരാജ് പറയുന്നത് മമ്മൂട്ടി എമ്പുരാനിൽ ഉണ്ടാവില്ല എന്നാണ്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജിന്റെ വെളിപ്പെടുത്തൽ. മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററിൽ എത്താൻ പോവുകയാണ്. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് താരപ്രൗഢിയോടെ ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷികത്തിൽ നടത്തിയത്. ചിത്രം റിലീസിന് ഇനിയും 2 മാസത്തോളം സമയമുണ്ടെങ്കിലും വൻ പ്രമോഷനാണ് സോഷ്യൽ മീഡിയ ഒട്ടാകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രിയും കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. ഒബ്വിയസ്ലി ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ 25th ആനിവേഴ്സറി, ലൈക്കയുടെ മലയാളം ഡെബ്യൂ, എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. സോ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. ആശീർവാദിന്റെ 25th ആനിവേഴ്സറിക്ക് ആശംസിക്കുന്നു. ഭയങ്കര സന്തോഷം ഈ ഒരു ഇവന്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിൽ. താങ്ക് യു. എമ്പുരാൻ യെസ്, എനിക്കൊന്ന് ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നല്ല. അപ്പോൾ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു. ചെറിയൊരു ഇതായിട്ട് ജാൻവിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എമ്പുരാനിൽ. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വരുന്നൊരു പിക്കാണ്. ഹലോ, ഹായ്, നമസ്കാരം. സുഖല്ലേ? അപ്പോൾ ഇത് ആശീർവാദ് സിനിമാസ് തുടങ്ങിയിട്ട് 25 വർഷം ആവുന്നതിന്റെ ആഘോഷവും എമ്പുരാന്റെ ടീസർ ലോഞ്ചും ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഈ ലൂസിഫർ എമ്പുരാൻ ഇങ്ങനത്തെ സിനിമകളുടെ ഷൂട്ടിന്റെ സമയത്തുള്ള കുറേ സമയം എനിക്ക് അനുചേട്ടനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് ആശീർവാദ് സിനിമാസിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു 25ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത് വലിയ സന്തോഷം. ലൂസിഫറിൽ ഭാഗമാകാൻ സാധിച്ചു, എമ്പുരാനിലും ഭാഗമാകാൻ സാധിക്കുന്നു. അതുകൊണ്ടായാലും സന്തോഷം. അപ്പം ഗുണം നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ സന്തോഷം. ബാക്കി അടുത്ത പരിപാടികൾ കണ്ടേറ്റവും താങ്ക് യു. ഹലോ, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. എനിക്കും ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള എല്ലാവരും. ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഇവൻ രാജ്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒപ്പമായാലും അമർ ആന്റണി ആയാലും ഒക്കെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും നല്ല മെമ്മറിയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ലക്ക് വരുന്നത്. അപ്പോൾ ഇതിനൊരു പാർട്ടാവാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ആന്റണി പെരുമ്പാവൂരും
ശ്രീ മോഹൻലാലും രണ്ടുപേരും കൂടെ തുടങ്ങിയ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി 25 വർഷം ആഘോഷിക്കുകയാണ്. ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുകയാണ്. ഈ കമ്പനിയുടെ ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ. അതിനുശേഷം ബ്രോഡാഡി അഭിനയിച്ചു. ഇനി 1-2 സിനിമയുടെ കാര്യങ്ങളിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 25 വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ്. ഈ കമ്പനിക്ക് വീണ്ടും വീണ്ടും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളായ രാജു പൃഥ്വിരാജ്, അദ്ദേഹം സംവിധാനം ചെയ്തിറക്കുന്ന ബ്രോഡാഡി കഴിഞ്ഞിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ്റെ ടീസറിൻ്റെ റിലീസിങ്ങുമാണ്. ആ സിനിമയ്ക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു ഇവൻ്റാണിത്. പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനം സന്തോഷമുള്ളതാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആശീർവാദ് സിനിമ ആരംഭിക്കുന്നതിന് 8-10 വർഷങ്ങൾക്ക് മുമ്പ് സൗഹൃദമാണ് ആന്റണിയായിട്ടുള്ളത്. അങ്ങനെ ആന്റണി ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസറാവുന്നു. നരസിംഹ ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ്. സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നുകൊണ്ട് എനിക്ക് നിർഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല. ലാലേട്ടനോടുള്ള ആദ്യത്തെ അവസരമായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു ദുഃഖം എക്കാലത്തും എനിക്കുണ്ട്. പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് എമ്പുരാനിൽ നിൽക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും. അതിനൊരു പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. അതോടൊപ്പം ആന്റണിയുടെ ഈ വളർച്ച അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും സിനിമയിൽ അദ്ദേഹം കൃത്യതയോടെ ഒരു നിർമ്മാതാവിൻ്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്നുവരെ എത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ 25-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ആശീർവാദ് സിനിമാസിന്റെ 25th ഇയർ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾക്കും ഭാഗ്യം കിട്ടി വർക്ക് ചെയ്യാനായിട്ട്. സോ ഹാപ്പി ഫോർ ഇറ്റ്. അപ്പോൾ ഇനിയും ആസ് എൻ ഓഡിയൻസ് ഇവരുടെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നു. ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അതിനെക്കുറിച്ച് റിലീസിന് ശേഷം പറഞ്ഞ പോലെ ഇല്ല, പ്രേക്ഷക നിലയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ലാലേട്ടൻ്റെ ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും എമ്പുരാനിൽ എന്തായിരിക്കും അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കുകയാണ്. ഞാൻ എമ്പുരാനിൽ ഇല്ലാതെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ലൈക്ക് എനി അതർ ഓഡിയൻസ്. ആശീർവാദിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി 12th Man എന്ന സിനിമയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ആൻഡ് ഭയങ്കര പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് ഏറ്റവും ലാലേട്ടൻ സ്റ്റാറിംഗ് മൂവി ആയിരുന്നു. അത് കാരണം തന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ആൻഡ് വിത്ത് ദ എൻറ്റയർ ക്രൂ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. ആൻഡ് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എസ്പെഷ്യലി ഫോർ എമ്പുരാൻ. താങ്ക് യു. ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേടാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു സന്തോഷം, എമ്പുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ്. അതിൽ പൃഥ്വിരാജ് ശ്രീമാനും എന്ന സംവിധായകനൊപ്പം, മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം, ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം, ഇതിനേക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും കിട്ടാറുള്ളതുപോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ള അവസരം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എമ്പുരാനിലൂടെ. അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എമ്പുരാൻ ടീമിലുള്ള എല്ലാവരും. അപ്പോൾ അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ സിനിമ ചെയ്തത്. ലൂസിഫർ എന്ന ചിത്രത്തിന് വിജയത്തിന് ശേഷം ഏറ്റവും അതിൻ്റെ ഒരു സീക്വലായിട്ട് വേണമെങ്കിൽ വിചാരിക്കാം ഒരു സിനിമയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ UK, US രാജ്യം. ആശീർവാദിൻ്റെ 34th ഫിലിമാണ്. അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് 25 വർഷമാണെന്നും അതൊരു വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിന് നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ 25 വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പകർന്നത്. ഒരുപാട് സിനിമകൾ 34 സിനിമ എടുത്തു. 35ാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങിയാണ് സത്യനന്ദിക്കാരൻ്റെ. 25 വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ചലഞ്ചാണ്. അതിലുപരി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. പിന്നെ കോവിഡ് സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് 3-4 ചിത്രങ്ങൾ എടുത്തു. OTTക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ വീട്ടിൽ ഞങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്തു. പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.